ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ സർക്കാരിന്റെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 1600 രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഡാറ്റ ശുദ്ധീകരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സേവന പെൻഷൻ വെബ്സൈറ്റ് അഥവാ സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഈ ഡാറ്റ ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആധാർ കാർഡിലെ പേര് പെൻഷൻ വെബ്സൈറ്റിലെ പേരുമായി വ്യത്യാസം ഉണ്ടാവുക തുടങ്ങിയ പോലുള്ള പൊരുത്തക്കേടുകൾ ഉള്ളവർ ശരിയായ പേര് തെളിയിക്കുന്ന രേഖകളുമായി നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. രേഖകൾ കൃത്യമായി ഹാജരാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യേണ്ടതാണ്. പെൻഷൻ തുക ഇപ്പോൾ 1600 രൂപ വരെ കുടിശ്ശിക വന്നിട്ടുള്ളതിൽ നിന്നും ആനുകൂല്യം ലഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, തുടർന്നുള്ള മാസങ്ങളിൽ കൃത്യസമയത്ത് തന്നെ ഈ പെൻഷന്റെ വിതരണം നടത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 60 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പദ്ധതി ബോർഡ് ഉൾപ്പെടെയാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത്. വലിയൊരു തുക തന്നെ സർക്കാരിന് ഇതിലേക്കായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന അംഗങ്ങളുടെ എല്ലാം വിവരങ്ങളുണ്ട്. ഈ അംഗങ്ങളുടെ പുനഃപരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേരിലോ ഡീറ്റെയിൽസിലോ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിൽ തിരുത്തലുകൾ വരുത്താനുള്ള സമയമാണ് ഇത്. അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റേറ്റസ് കൃത്യമായി പരിശോധിക്കണം. ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ സംസ്ഥാനത്തെ സേവന പെൻഷൻ വെബ്സൈറ്റ് ഓപ്പൺ ആയി കാണാൻ സാധിക്കും. ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പർ, പെൻഷൻ ID അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം നൽകിയാൽ നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പേര്, മേൽവിലാസം, മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ പൊരുത്തക്കേടുകളോ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ബാങ്ക് അക്കൗണ്ടിന്റെ പൊരുത്തക്കേടുകൾ ആണെങ്കിലോ പേരിലെയോ അല്ലെങ്കിൽ മറ്റ് തെറ്റുകളാണെങ്കിലോ എത്രയും വേഗം തിരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ പെൻഷൻ തടസ്സപ്പെടും. നിലവിൽ ഇത്തരം കാരണങ്ങളാൽ പെൻഷൻ തടസ്സപ്പെട്ടിട്ടുമുണ്ട്. ഇങ്ങനെ തടസ്സപ്പെട്ടവർ നിങ്ങളുടെ പെൻഷൻ ലഭിക്കുന്നതിന് ഇത് തെളിയിക്കുന്ന രേഖകൾ സഹിതം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. ഇത്തരത്തിൽ തെറ്റുതിരുത്തലുകൾ ഉള്ളവർ ഈ വിവരങ്ങൾ പഞ്ചായത്തിനെ അറിയിക്കേണ്ടതാണ്. ഈ മെയ് മാസം 31 മുമ്പ് തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ സേവനയുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പെൻഷൻ മുടക്കം വന്നിട്ടുള്ളവർക്കുൾപ്പെടെ അത് തിരുത്തുന്നതിനും പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിനുമുള്ള അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പരിശോധനകൾ എല്ലാം തന്നെ കാര്യക്ഷമമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ രേഖകൾ കൃത്യതയുള്ളതായി തീർക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.